नाम से जय मसीह की। എനിക്ക് പണ്ട് വ്യാഴാഴ്ചയായിരുന്നു എന്റെ ദിവസം. पहले मैं गुरुवार को मेरा प्रचार का समय लिया करता था എന്റെ പിന്നിൽ ഒരു പട്ടാളത്തിന്റെ പിൻബലം ഉണ്ടായിരുന്നു. और उसके पीछे एक सेना का बड़ा सामर्थ्य मेरे पीछे रहता था। വ്യാഴാഴ്ചയും പോയി, പട്ടാളം പോയി, എല്ലാം. बाद में गुरुवार भी चला गया, सेना का सामर्थ्य भी चला गया, सब कुछ चला गया। കർത്താവ് മാത്രം കൂടെയുണ്ട്. अब केवल परमेश्वर हमारे साथ में है। നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഞങ്ങളുടെ ശുശ്രൂഷയ്ക്കൊക്കെ ഒത്തിരി അനുഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ മിഷൻ ട്രിപ്പിന് വളരെ ബ്ലെസ്സിങ് ആയി. आप सबकी प्रार्थना हमारे सेवकाइयों में, विशेष करके हमारे मिशन यात्रा में, सब हमारे लिए एक आशीष का कारण ठहरा है। ആദ്യത്തെ മിഷൻ ട്രിപ്പിനാണ് പാസ്റ്റർ സജനും ജിജോയും ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു. और पहला ऐसा एक मिशन ट्रिप था जहां पर प्रभु के दास पास्टर साजन और प्रभु के दास पास्टर जी जो हमारे साथ नहीं थे। എന്നാലും ഞങ്ങളുടെ മീറ്റിംഗ് എല്ലാം ഓപ്പൺ എയർ തന്നെയായിരുന്നു. और इस बार भी हमारे सारी सेवकाइयां जो थे खुले क्षेत्रों में हमने किए थे। നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി നന്ദിയാണ്. आप सबकी प्रार्थना के लिए हम बहुत आभार व्यक्त करते हैं। എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനം. വീഡിയോ ഓൺ ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ഉറങ്ങുന്നവർക്കും എല്ലാവർക്കും യേശു നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. और सबको एक और बार जय मसीह की। സന്തോഷത്തോടെ ഇരിക്കുന്നവർക്കായി നന്ദി. और जो खुशी के साथ, आनंद के साथ बैठते हैं उनके लिए हम धन्यवाद करते हैं। നമുക്കൊരു വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 15 വരെ വാക്യങ്ങൾ. और एक आयत की ओर हम अपने ध्यान को लेकर चलेंगे। मत्ती के सुसमाचार 5 अध्याय उसके 13 से लेकर 15 तक का वचन। നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ എന്തൊന്നുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേൽ അത്രേ വെക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹിന്ദിയിൽ കൂടെ പഠിച്ച് വായിച്ചാട്ടെ പാസ്റ്റർ. तुम पृथ्वी के नमक हो, परंतु यदि नमक का स्वाद बिगड़ जाए तो वह फिर किस वस्तु से नमकीन किया जाएगा? फिर वह किसी काम का नहीं, केवल इसके कि बाहर फेंका जाए और मनुष्यों के पैरों तले रौंदा जाए। तुम जगत की ज्योति हो। जो नगर पहाड़ पर बसा हुआ है वह छिप नहीं सकता, और लोग दिया जलाकर पैमाने के नीचे नहीं परंतु दीवट पर रखते हैं, तब उससे घर के सब लोगों को प्रकाश पहुंचता है। उसी प्रकार तुम्हारा उजियाला मनुष्यों के सामने चमके, कि वे तुम्हारे भले कामों को देखकर तुम्हारे पिता की जो स्वर्ग में है बड़ाई करे। നമുക്കറിയാം ഈ ലോകം ദൈവമക്കൾക്ക് യോഗ്യമല്ല. हम जानते हैं ये दुनिया जो है परमेश्वर के लोगों के लिए योग्य नहीं है। നമ്മൾ അന്യരാണ്, പരദേശികളാണ്. हम यहाँ पर परदेशी हैं और यहाँ से हम जाने के लिए हैं। ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ 50 വർഷം ജീവിച്ചാൽ അവൻ ദിവസങ്ങൾ നമ്മൾ 28,800 ദിവസമാണ്. 28,800 days. और एक व्यक्ति यदि ये संसार में लगभग 60-80 साल जीते हैं तो वो लगभग 2 लाख के करीब दिन उनके लिए गिना जाता है। 2 लाख नहीं, 28,800 दिन. അപ്പൊ 70 വർഷം ജീവിച്ചാൽ 25,200 ദിവസം അത്രേ ഉള്ളൂ. അപ്പം 65 കഴിഞ്ഞവർക്ക് ഇനി എത്ര ദിവസം കൊണ്ട് എണ്ണിയാ മതി? और लगभग 70 साल जिए तो 25,000 लगभग दिन गिने जाते हैं। तो आप अपने आप में गिन कर देखें कि यदि आप 65 साल पूरे कर चुके हैं तो आपके लिए कितना दिन और बाकी है। നമ്മൾ അന്യരും പരദേശികളോ? വിസിറ്റിംഗ് വിസയിലാണ് ഇവിടെ ചെയ്യുന്നത്.
और वचन इस प्रकार हमें बताता है कि हम यहाँ के नहीं हैं, हम परदेसी हैं। എന്റേതെന്ന് പറയാൻ ഉലകത്ത് നമുക്ക് യാതൊന്നുമില്ല. इस दुनिया में अपना कहने के लिए कुछ भी नहीं है। നമ്മുടെ പേരിൽ നമ്മുടെ മക്കൾ കൈമാറണം, കൈമാറിയേ പറ്റൂ. പേന പോലും നമ്മുടെ അല്ല, നമ്മുടെ ഒന്നും നമ്മുടെ അല്ല. ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും നമ്മുടേതല്ല. നമുക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ കർത്താവ് വേണ്ടി ചെയ്യുന്ന കാര്യം മാത്രമേ ഉള്ളൂ. और इस दुनिया में हमारा अपना कहने के लिए कुछ नहीं है। एक कलम भी क्यों ना हो, हम अपने लिए रख नहीं सकते हैं। दुनिया में हम कितने भी संपत्ति हमारे लिए जोड़े, हम जाने से पहले हम अपने बच्चों को, पोतों बच्चे और हमारे पीढ़ी को सौंप कर जाते हैं, तो केवल इतना ही रह जाता है कि हम जो कुछ परमेश्वर के लिए करता है वही आगे के लिए हमारे जीवन में बना रहेगा। ക്ഷണികമായി ജീവിതം ദൈവഹിതപ്രകാരം ജീവിച്ചു തീർക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. और ऐसा एक जीवन जो हम जी रहे हैं, प्रभु चाहता है कि हम परमेश्वर के लिए जीकर इस जीवन को खत्म करें। A life that pleasing to God. एक जीवन जो परमेश्वर के लिए भावता हो। അപ്പൊ ഇത്രയും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇപ്പം ഇന്ന് ഈ വ്യാഴാഴ്ച മാർച്ച് മാസം 2025 അല്ലെങ്കിൽ 27-ാം തീയതി നിങ്ങൾ നിരാശപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് മാത്രം ചോദിച്ചാൽ മതി, ഇവിടെ നമ്മൾ ഇതിനാ നിരാശപ്പെടുന്നത്? നമുക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഒന്നും ഓർത്താൽ മതി, നയിക്കുന്ന നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്. അതറിയണമെങ്കിൽ കഴിഞ്ഞ കാലത്തേക്കൊന്നും മനസ്സ് തിരിക്കണം. നടത്തിയ വിധങ്ങൾ, സൂക്ഷിച്ച വിധങ്ങൾ, പരിപാലിച്ച വിധങ്ങൾ, തന്ന വിധങ്ങൾ, മക്കളെ പോറ്റിയത്, ഫീസ് കൊടുത്തത് ഒന്ന് ഓർത്താൽ ഓട്ടോമാറ്റിക്കലി കണ്ണു നിറയും, സ്തോത്രം ചെയ്യും. കർത്താവേ, ഇന്നയോളം നടത്തിയവൻ നാളെയും നടത്താൻ സർവശക്തനാണല്ലോ. आज की ये दिन, आज की ये तारीख को यदि आप अपने जीवन में ध्यान करके देखें, तो आज जो गुरुवार 27 मार्च 2025 के ये दिन, आज यदि आप निराशा में बैठे हुए हैं, तो ये बात को आप अपने जीवन में सोच कर देखें कि हमें इस जीवन में निराश करने के क्या मतलब है। क्योंकि पिछले समयों में, पिछले दिनों में, पिछले वर्षों में परमेश्वर ने चलाया, प्रभु ने हमें संभाला, हमारी हर एक जरूरतों को परमेश्वर ने हमारे जीवन में पूरा किया, चाहे वो हमारे व्यक्तिगत जीवन का हो, परिवार का हो, बच्चों के विषय में क्यों ना हो, सब में परमेश्वर यदि हमारे लिए कार्य किया, तो ये बात को यदि हम याद करेंगे तो अपने आप हमारी आंखों में आंसू भर आएंगे और प्रभु की स्तुति धन्यवाद करते रहेंगे। क्योंकि अब तक चलाया परमेश्वर, आगे भी हमें चलाने के लिए वो सामर्थी हैं। നമ്മൾ പണ്ട് എന്തായിരുന്നു, ഇപ്പൊ എന്താണ്, നമ്മൾ ആരായിരുന്നു, ഇപ്പൊ അത് മാത്രം ഓർത്താൽ മതി കർത്താവിനെ സ്തുതിക്കാൻ. हम पहले कौन थे, अब क्या बन चुके हैं, अब पहले हमारी अवस्था क्या थी, अब क्या परिस्थिति में हम वहां पहुंचे हैं, इतना ही हम यदि याद करें तो ये काफी है, परमेश्वर को हम स्तुति धन्यवाद कर पाए। ഞാൻ ഒരിക്കലെ ഒരു വലിയ ചർച്ച സൂക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ, സ്ഥലത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, ചിലർക്കൊക്കെ അറിയാം, സൂക്ഷിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അവിടെ എല്ലാവരും ബിസിനസ്സുകാരാണ്. ഒന്ന് രണ്ട് വണ്ടികളൊക്കെ ഉണ്ട്, കുഞ്ഞുങ്ങൾക്കും വണ്ടിയുണ്ട്, എല്ലാവരും കൊട്ടാലും വീടുണ്ട്. ഞാൻ ദിവസം സഭായോഗത്തിന് പറഞ്ഞു, നിങ്ങൾ ആദ്യം വന്ന ട്രെയിൻ, ആദ്യം കൊണ്ടുവന്ന പെട്ടി, അപ്പൊ എങ്ങനെ വന്നു, ഇന്ന് എങ്ങനെ ആയിരിക്കുന്നു, ഒരൊറ്റ വാക്ക് സാക്ഷ്യം പറയാൻ പറഞ്ഞു. और मैं पहले एक पुरानी कलीसिया में, जहां पर मैं सेवकाई किया हूं, वहां पर बहुत सारे लोग वहां पर आते थे, बहुत सारे धनी लोग वहां पे थे। मैं उन सब से एक रविवार के समय में इस प्रकार गवाही से पहले उनसे ये विनती किया कि आप लोग अपने जीवन में ये बात को याद करना है कि आप कैसे इस शहर में आए, पहली वो ट्रेन कौन सी थी, आप लेकर आया हुआ वो पेटी या सूटकेस कौन सा था। इन सारी बातों को चंद शब्दों में आप गवाही के रूप में याद करके बोलना जरूरी है। നിങ്ങളുടെ ഇപ്പോൾ നിങ്ങളെല്ലാം ഫ്ലൈറ്റ്, അന്ന് ഫ്ലൈറ്റ് ഒന്നും ആരും വരാറില്ല, പത്രം. और അപ്പം ഒരു അങ്കിള്, അന്ന് ഏറ്റവും വലിയ സമ്പന്നായ ഒരു അങ്കിൾ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു, ഞാൻ കൊണ്ടുവന്നത് ഒരു മരപ്പെട്ടിക്കകത്ത സാധനം കൊണ്ടത്, അത് പാൻറില്ലായിരുന്നു, എന്നിട്ട് ലോക്കൽ വണ്ടിക്കാ വന്നത്, അതിന് ടിക്കറ്റിന് പോലും പൈസ തകഞ്ഞില്ലായിരുന്നു. വന്ന് ഫുട്പാത്ത് ഇരുന്ന് 15 രൂപയ്ക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് പാൻറ് വാങ്ങിയിട്ടു, അത് ഇറക്കം കൂടി അതിന് സെറ്റിപ്പം കുത്തിയാൽ ഞാൻ അത് ഇട്ടത്. ഇന്ന് ഏറ്റവും വലിയ സമ്പന്ന അവിടുത്തെ.
और वहां पर एक बड़े धनी एक बुजुर्ग व्यक्ति ने इस प्रकार वहां पर गवाही दिया कि मैं उस समय में एक लकड़ी की पेटी को लेकर आया और उस समय पहनने के लिए पैंट नहीं हुआ करता था, तो आकर सड़क में से कुछ पैसे देकर एक पैंट को खरीदा और पैंट की लंबाई ज्यादा होने के कारण पिन लगाकर वो पैंट को मैंने पहना है। और ऐसे आमीन पर्याप्त पैसे नहीं होने के कारण लोकल गाड़ी में बैठकर मैं आया हूँ, ऐसे वे गवाही देने लगे। അന്നത്തെ സഭായോഗത്തിന് പ്രസംഗിക്കേണ്ടി വന്നില്ല. എല്ലാരും കരച്ചിലും പിഴിച്ചിലും കെട്ടിപ്പിടുത്തവും നടത്തിയ വഴികളെ ദൈവം ഓർത്തോർത്തോർത്ത് സ്തോത്രം ചെയ്ത് വലിയ സന്തോഷമായിരുന്നു. പിന്നെ അവരെന്നും പറയും, പക്ഷെ മറക്കത്തില്ല ദിവസം. എന്നും നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ പിന്നോട്ടൊന്ന് നോക്കി നമ്മൾ എന്തായിരുന്നു, ഇപ്പോൾ ആര്, ഇപ്പൊ എന്താ, ഈ പദവി, ഓടിക്കുന്ന വാഹനം, പാർക്കുന്ന വീട് ദൈവത്തിന്റെ സ്നേഹവും കരുതലുമല്ലേ? അല്ലെങ്കിൽ മുകളോട്ട് നോക്കി, when we look back, we will automatically look to the Lord and we'll cry and weep the way God has led us, wonderful way. और उस संडे की आराधना जो था वो बहुत बड़ा एक आमीन रोने का और धन्यवाद देने का समय रहा, क्योंकि हमें प्रचार करने के लिए बिल्कुल समय नहीं मिला कि लोग आपस में उन बातों को प्रभु ने जो किया है उनके जीवन में उनको याद करते हुए परमेश्वर का धन्यवाद कर रहे थे। आज हम भी जहां बैठे हैं प्रभु के किए हुए कार्यों को पिछले समयों में पिछले सालों में परमेश्वर ने कैसे हमें यहाँ तक ले आया, उन बातों को याद करेंगे तो अपने आप हम परमेश्वर के धन्यवाद और स्तुति करते बैठेंगे, क्योंकि परमेश्वर आमीन प्रभु की ओर जो देखता है उसी को प्रभु बड़े अद्भुत रीति से परमेश्वर चलाता है। അപ്പൊ നമുക്ക് ദൈവം തന്ന ആയുസ് ദിവസങ്ങൾ ദൈവോന്മുഖമായി ജീവിക്കുവാൻ, ദൈവത്തെ പ്രസാദിപ്പാൻ, ഓരോ ദിവസവും പരിശോധന ചെയ്ത് ദൈവം പക ജീവിപ്പാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ ജീവിച്ചാൽ ദൈവത്തിന് വളരെ പ്രസാദമാണ്, നമുക്ക് അനുഗ്രഹം ഉണ്ടാകും. और हमें बात को याद रखना है कि हमारे जीवन एक एक दिन का जो जीवन हम जी रहे हैं, एक एक दिन प्रभु की ओर देखते हुए परमेश्वर के उन उपकारों को याद करते हुए हम यदि हमारे जीवन जीते हैं और जीवन जीने के कर्तव्य हमारा जीवन में परमेश्वर ने दिया है, तो ये बात हम इन याद करते हैं तो परमेश्वर उसके द्वारा बहुत आशीष हमें हमारे जीवन में देंगे। ഈ കർത്താവ് തന്റെ ഗിരിപ്രഭാഷണത്തിൽ ദൈവവചന ദൗത്യത്തെ കുറിച്ച് പഠിപ്പിക്കാൻ രണ്ട് ഉപമകൾ ഉപയോഗിച്ചു, രണ്ട് ഉപമകൾ. और प्रभु यीशु मसीह ने अपने उस पहाड़ी उपदेश में परमेश्वर के लोगों का आमीन जिम्मेदारियों को समझाने के लिए दो चीजों को उपमा के रूप में प्रभु ने वचन में बताया है। ഭൂമിയുടെ ഉപ്പ്, രണ്ട് ലോകത്തിന്റെ വെളിച്ചം. और पहली बात है यीशु मसीह कहता है कि तुम जगत की ज्योति हो, और दूसरा है तुम इस पृथ्वी का नमक हो। ഏത് സാധാരണക്കാരും മനസ്സിലാകുന്നതും നിത്യജീവിതത്തിൽ അനിവാര്യവുമായ ആവശ്യമായ രണ്ട് വസ്തുക്കളാണ് ഉപ്പും വെളിച്ചവും. कोई भी साधारण व्यक्ति ये बातों को समझ सकते हैं, क्योंकि रोज के जीवन में उपयोग किया जाने वाला और समझे जाने वाली बातों को परमेश्वर ने एक आमीन उदाहरण के रूप में बताया है। ഉപ്പും വെളിച്ചവും നമുക്ക് ഒരിക്കലും ये ഒഴിച്ചു है കൂടാൻ പറ്റാത്ത. ഇപ്പൊ വെളിച്ചമില്ല, നമ്മൾ തീർന്നു. नमक और ज्योति, ये दोनों हम कभी भी अपने रोज के जीवन में से हटा नहीं सकता है। यदि ज्योति नहीं है तो हम कुछ भी नहीं है। എന്ന് സഹോദരിമാർ ഈ കൈ കൊണ്ട് ഉപ്പ് തൊടാതിരിക്കത്തില്ല. ഉപ്പ് തൊടാത്ത ആരെങ്കിലും ഉണ്ടോ ഇന്നലെ വരെ? और कभी भी बहनें जो हैं आपके हाथों से नमक छुए बिना नहीं रहता है। ऐसा कोई नहीं होता जो आज तक नमक को अपने हाथ से छुआ ना हो। ഉപ്പ് ടേസ്റ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്ന് കൈ നോക്കിക്കേ, എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാ. और नमक के स्वाद को ना चखा हुआ ऐसे कोई है तो अपने हाथों को आप ऊंचा उठाए, मुझे थोड़ा आपको देखना है। നമ്മൾ വെളിച്ചത്തിലല്ലേ ഇപ്പൊ ഇരിക്കുന്നത്, വെളിച്ചമല്ലേ തീർന്നില്ലേ, ലൈറ്റ് പോയ തീർന്നു. हाँ, हम भी अब वर्तमान में ज्योति के नीचे बैठे हैं। यदि ज्योति ना हो तो हम दिखाई नहीं देंगे। ഇതിന്റെ സ്വഭാവം നമ്മൾ വെളിപ്പെടുത്തിയില്ലെങ്കിൽ വെള്ള ഷർട്ട് വിട്ട് നടക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല.
लेकिन ऐसे स्वभाव यदि हमारे जीवन से प्रकट नहीं हो रहा है तो हम सफेद पोशाक पहनने से कोई काम नहीं है। ഏലീശ കടന്നു പോകുമ്പോൾ ഗേവസി പുറകിലുണ്ട്. അപ്പം ശൂനക്കാരത്ത് പറയുന്നു, നമ്മുടെ വാതുക്കൽ കൂടെ 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 നടന്നു പോകുന്ന ഈ പുള്ളിക്കാരന് ഉപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതൊരു വെളിച്ചമാണ് और തോന്നുന്നത്. और एलीशा जब उस सुनेम वासी के घर के सामने से जब गुजर कर जाया करता था, तो सुनेम वासी जो स्त्री थी वो इस प्रकार कहती हैं कि हमारे घर के पास में से जाने वाला ये परमेश्वर का दास, ऐसे अनुभव होता है। ഉപ്പ് ടേസ്റ്റ് വരുത്തുന്ന സാധനം ഉപ്പ്. പക്ഷേ ഇതിന്റെ രസം നഷ്ടപ്പെട്ടാൽ ഒന്നും കൊള്ളാം, ഒന്നിനും ഒരു പ്രയോജനമില്ല. और രസം നഷ്ടപ്പെട്ട ഉപ്പ് नमक കൊണ്ട് ഒരു പ്രയോജനമില്ല, എടുത്ത് കളയുന്ന വൃത്തിയുള്ളൂ. और नमक स्वाद लाने वाला एक वस्तु है, परंतु नमक अपना जो नमकीन अवस्था यदि खो जाए तो उससे कोई लाभ नहीं है, वो है वहीं पर उसका काम खत्म होता है। കേരളത്തിൽ ഉദാഹരണം എടുക്കാം. പണ്ട് കേരളത്തിലെ ദൈവമക്കൾ എന്ന് പറയുന്നത് തീയായിരുന്നു, ഉപ്പായിരുന്നു, വെളിച്ചമായിരുന്നു. അവരെ കൂടാതെ കേരളത്തിൽ ജീവിക്കാൻ പറ്റത്തില്ലായിരുന്നു. പലരും പ്രാർത്ഥിക്കാൻ വിളിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ഉപ്പുരസം നഷ്ടപ്പെട്ട് കേരളം വഷളായി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് ദിനംപ്രതി നടന്നുകൊണ്ടിരിക്കുന്നത്. हम यदि केरल देश के एक उदाहरण को हम लेंगे तो पहले केरल देश एक नमक के समान अनेक लोगों के लिए या सभी लोगों के लिए एक कहीं ना कहीं उपयोग का काम बनते थे। परमेश्वर के लोगों की प्रार्थना, प्रभु के लोगों की सेवकाई उस देश के हरेक लोगों को बड़ा आमीन प्रभाव डाला करता था। लेकिन आज की वर्तमान स्थिति में जब प्रभु के लोगों ने अपनी नमकीन की अवस्थाओं को जब खो दिया है, तो आज केरल देश में हम देखते हैं दिन प्रतिदिन ऐसी ऐसी वारदात हमें सुनाई देता है जो हमें चौंका देता है। നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതിയും അങ്ങനെ തന്നെയാ, ഈ ബോംബെയുടെ സ്ഥിതി അങ്ങനെ തന്നെയാ. और हमारे देश की अवस्था भी ऐसे ही है। या हर एक शहरों को हम उठा कर ले तो उन शहरों की भी परिस्थिति यही है। ഇതിന്റെ നടുവിൽ നമുക്കൊരു ദൗത്യമുണ്ട്. और ऐसे स्थिति में, ऐसे अवसर में हमारा एक कर्तव्य है। ഈ ഭൂമിയെ നിലത്തുന്ന ഉപ്പാണെങ്കിൽ ഈ ഭൂമിയെ ഇപ്പൊ നിർത്തുന്നത് ദൈവമക്കളായിരിക്കണം. ദൈവമക്കൾ ഉപ്പായിരുന്നാൽ ഇതിന് ഒത്തിരി മാറ്റം വരും. और इस दुनिया में यदि हम नमक के समान हमारे कर्तव्यों को हम करते रहेंगे, परमेश्वर के लोग यदि एक सच्चे रीति से प्रभु के लिए जीने के लिए यदि वो तैयार होंगे, तो नमक का जो स्वाद जैसे लोगों के जीवन में प्रभाव डालता है, वैसे हमारा भी जीवन से लोगों के अंदर प्रभाव होकर एक बड़ी परिस्थिति में बदलावट ला सकते हैं। ഉപ്പിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നത് ഭക്ഷണത്തിന്റെ ടേസ്റ്റിലാ. नमक का जो उपस्थिति खाने का स्वाद में से निकल कर आते हैं। നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് രുചി വരുത്തുന്നതിലൂടെ ആയിരിക്കണം. हमारा उपस्थिति भी ऐसा ही होना है कि हमारी उपस्थिति जो है दूसरों के जीवन में आमीन बड़े स्वाद की अनुभव को लाने के समान होना है। നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ, നമ്മൾ അടുക്കുമ്പോൾ യഥാർത്ഥ ഉപ്പിന്റെ ഒരു ടേസ്റ്റ്, ദൈവമക്കളുടെ ആ രസം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നില്ലെങ്കിൽ നമ്മൾ ഇന്ന് വാക്കിൽ കരയേണ്ട ദിവസമാണ്. കർത്താവേ, എന്നെ ഒരു ഉപ്പാക്കി, ഒരു അനുഗ്രഹമാക്കി, മറ്റുള്ളവർക്ക് ഒരു തണുപ്പാക്കി തീർക്കണമെന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ദൈവത്തോട്. और हम इस प्रकार से प्रार्थना करना है, यदि हमारे जीवन यदि दूसरों के लिए एक आश्वासन का कारण, एक स्वाद का कारण नहीं बनता है, एक आशीष का कारण नहीं बनता है, तो प्रभु के उपस्थिति में जाकर हमें गिड़गिड़ाकर रोकर प्रार्थना करना जरूरी है कि परमेश्वर मेरी उपस्थिति, मेरे जीवन दूसरों के लिए एक आशीष का अनुग्रह का कारण बनाए। ഉപ്പിന് തുല്യം വേറൊന്നുമില്ല. नमक के तुलना करने के लिए और कुछ भी यहाँ पर नहीं है। പഞ്ചസാരയ്ക്ക് പകരം പല സാധനം ഉപയോഗിക്കാൻ മാർക്കറ്റിൽ കിട്ടും.
चीनी के जगह पर बहुत चीजों को हम बदली कर कर उपयोग कर सकते हैं। ഒരു മരുന്നിന്റെ വേറൊരു മരുന്നുണ്ട്. ये दवा नहीं तो दूसरा एक दवा उसी के लिए है। ഏത് സാധനത്തിനും വേറെ സാധനം ഉപയോഗിക്കാണ്ട്, പക്ഷെ ഉപ്പിന് മാത്രം അതില്ല. ഉപ്പിന് കൂടിയേ തീരത്തുള്ളൂ. और बहुत सारे चीजों को उसकी जगह पर दूसरा एक वस्तु उपयोग करने की एक विकल्प हमारे पास है, परंतु नमक के विषय में जब आते हैं तो नमक के जगह पर और कुछ भी वस्तु को हम उपयोग करके उन चीजों को नमकीन नहीं बना सकते हैं। ഉപ്പിന് പകരമായി ഉപയോഗിക്കുന്ന ഒരു സാധനം ഇന്ന് ഭൂമിയിലില്ല. नमक के आमीन बदले में उपयोग करने के लिए कोई भी चीज इस पृथ्वी पर उपलब्ध नहीं है। നമുക്ക് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നോക്കിയേ. तो याद रखिए कि हमें कितना महत्व प्रभु ने वचन में दिया है। ദൈവം നമ്മളെ വിളിച്ച് ഉപ്പായിരിക്കുവാൻ, വെളിച്ചമായിരിക്കാന്. परमेश्वर ने हमें बुलाया है कि हम नमक बनना है, हम ज्योति के समान रहना है। നമ്മൾ ചർച്ചിൽ പോകുന്നു, സുവിശേഷം പറയുന്നു, നമ്മൾ ടാക്സ് കൊടുക്കുന്നു, നമ്മൾ സാക്ഷ്യം പറയുന്നു, നമ്മളെ ഉപവാസ പ്രാർത്ഥന കൂടുന്നു, അന്യഭാഷ, ഇതൊക്കെ ശരിയാ. പക്ഷേ നമ്മൾ ഭൂമിയുടെ ഉപ്പായിരുന്നില്ലെങ്കിൽ ദൈവത്തിന് ഒരിക്കലും പ്രസാദം നമ്മുടെ ജീവിതത്തെ പറ്റി. और हम चर्च जाते हैं, कलीसिया जाते हैं, हम सेवकाइयों को करते हैं, हम पर्चे बांटते हैं, हम सुसमाचार को सुनाते हैं, ये सब अच्छी बात है। लेकिन यीशु मसीह हमसे ये बात को सिखाता है, यदि हम इस पृथ्वी के नमक के समान काम नहीं करेंगे तो हमारे जीवन से परमेश्वर प्रसन्न नहीं होगा। എന്റെ ഒരു സഹോദരിയുണ്ട്, പാട്ട് പാടാനും ആരാധിക്കുവാനും അവൻ യൂത്തിന്റെ കാര്യങ്ങൾ നോക്കാനും പ്രോഗ്രാമിൽ പങ്കെടുക്കാനും ഒത്തിരി അനുഗ്രഹമാണ്. അപ്പൊ ആ സിസ്റ്റർ ചർച്ചിലില്ലെങ്കിൽ നമുക്ക് അതിന്റെ ഫീലിംഗ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ വേറൊരാൾക്കും ആ സ്ഥാനം നികത്താൻ പറ്റുന്ന ഉപ്പെന്ന് പറയുന്നത് നമ്മൾ ഒരാളില്ലെങ്കിൽ ആ സ്ഥാനത്തിന് മറ്റില്ലാത്ത പോലെ നമ്മുടെ ജീവിതം അങ്ങനെ ആയിരിക്കണം. എന്റെ പ്രസൻസ് എന്റെ വീട്ടിൽ, എന്റെ സഭയിൽ, ആ സമൂഹത്തിൽ എന്റെ പ്രസൻസ് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്നില്ലെങ്കിൽ നമ്മൾ ഉപ്പല്ല. और मेरे कलीसिया में एक बहन है, वे उसकी उपस्थिति हर एक जगह में, हर एक क्षेत्र में आमीन हम महसूस करते हैं, चाहे गीत गाने के लिए हो या बच्चों के सेवकाई में हो या जवानों के बीच की सेवकाई में हो, तो सभी जगह पर उनकी उपस्थिति दिखाई देते हैं। उनका बड़ा एक आमीन भूमिका कलीसिया के अंदर है। यदि वो उस एक सभा में, एक प्रार्थना में वो यदि शामिल ना हो तो उनका अनुपस्थिति हमें महसूस होता है। उसी समान हमारा भी जीवन बनना है कि हमें इस पृथ्वी के नमक बनते हुए हमारे जीवन जीना है और हमारी आमीन जीवन दूसरों के लिए एक प्रभाव डालने वाला जीवन बनना है। ആ സഹോദരി നാട്ടിൽ പോകുമ്പോ എനിക്ക് ഭയങ്കര ടെൻഷനാ. കർത്താവെ, പാട്ട് പാടാനും ആരാധിക്കാനും നേരത്തെ വരാനും ഉത്സാഹവും. പിന്നെ അവർക്ക് എല്ലാരും അതുപോലെ ആയിരുന്നെങ്കിലോ. ഇപ്പൊ നമ്മുടെ ഈ 38 പേര് ഇപ്പോ ഉണ്ട്. ഈ 38 പേരും ശതാർത്ഥ ഉപ്പായി മാറിയ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് അനുഗ്രഹം അല്ലേ? മറ്റുള്ളവർക്ക് എന്താണ് അനുഗ്രഹമാണ്. അതുകൊണ്ട് കർത്താവിന്റെ കലയിൽ, കർത്താവ് ഇന്ന് എന്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു ഉപ്പായി, ഒരു തലവേദനയല്ല, ഒരു ഉപ്പായി, ഒരു വെളിച്ചമായി എന്നെ കൂടെ അവർക്ക് പറ്റത്തില്ല. ചോദിക്കാൻ എന്താ വരാഞ്ഞത് എന്ന് ചോദിക്കുന്ന നമ്മുടെ സാന്നിധ്യം നമ്മുടെ സമൂഹത്തിന് ഒരു അനുഗ്രഹമായിരിക്കണം. ഇതാ കർത്താവ് നമുക്ക് ആഗ്രഹിക്കുന്നത്. और यदि वो बहन एक गांव में चलने जाने के लिए यदि या कहीं कहीं लंबे समय के लिए, अवधि के लिए चले जाते हैं तो मैं बहुत चिंतित होता हूं कि प्रभु अगला गीत कौन गाएंगे, कैसे आराधना होगा, सारे विषय में एक अभाव उनका महसूस होता है। लेकिन मैं ऐसे समझता हूं कि यदि सभी लोग ऐसे नमक के समान प्रभाव डालने वाला एक जीवन जिएंगे तो कितना बेहतर होगा। तो हम हमारे इस ग्रुप में भी हमें ये बात को समझना है कि हम जितने लोग हैं, हम सब लोगों का जीवन एक दूसरे के लिए एक आशीष, एक प्रभाव का कारण बने तो कितना बड़ा एक फर्क इस यहाँ पर इस मंच में आएगा। ഉപ്പ് പാത്രത്തിൽ ഇരുന്നുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. नमक एक बर्तन में रखे रहने से कोई फायदा नहीं है। നമ്മുടെ വീട്ടിൽ ഷോക്കേസിനകത്ത് പാത്രമുണ്ട്, ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങൾ ഷോക്കേസിനകത്ത് വെക്കും. हमारे घरों में शोकेस जो होता है, जहां पर हम चीजों को रखते हैं, तो वहां हम विदेशों से लाए हुए वस्तुओं को, बर्तनों को हम उठाकर रख देते हैं। ഷോക്കേസ് പാത്രങ്ങള്.
और वो सिर्फ दिखाने के लिए रखा जाता है। അത് കാണാൻ കൊള്ളത്തുള്ളൂ. वो केवल देखने के लिए ही काफी है या लायक है। ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. वो हम रोज के जीवन में उपयोग उसे नहीं कर पाएंगे। ഞങ്ങള് ഈ കഴിഞ്ഞ ദിവസം ഒരു ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. ഫാമിലി ഫോട്ടോ കപ്പിനകത്ത് പതിപ്പിച്ചു തരും. और पिछले दिन में हमने ऐसा एक एक कार्य को किया कि जो परिवार का जो चित्र है वो एक मग में उसको वो लगा कर देते हैं। അത് ഫ്രീ ആയിട്ട് ഞങ്ങൾ ഇന്നപ്പോ ഒത്തിരി ഫോട്ടോ ഞങ്ങളുടെ ഫോട്ടോ എടുത്ത് വലിയൊരു കപ്പിനകത്ത് പതിപ്പിച്ചിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. और हम वहां पर गए तो ये सब लोग कर रहे थे, तो हमारा भी उन्होंने एक चित्र खींचा और बाद में उसको एक मग में उन्होंने उस चित्र को लगाकर हमें दिए। ഞാൻ കാപ്പി കുടിക്കാൻ നോക്കിയപ്പം വീട്ടുകാർ തൊടിക്കത്തില്ലത്. मैं जब उसे कॉफी पीने के लिए निकाला तो घर के लोग उसे हमें छूने नहीं देते हैं। ഷോക്കേസ് ഇരിപ്പുണ്ട്, വീട്ടുകാരാണ് वो കാണിക്കുന്നത്. शोकेस में रखा हुआ है। यदि आप मेरे घर में आए तो मैं आपको दिखाऊंगा। പൊട്ടന്മാരെ അവിടെ ഇരിക്കും, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ? वो जब तक टूटेगा नहीं तब तक वहीं पड़े रहेंगे, किसी के लिए कोई काम का नहीं होगा। ചില കാണാൻ കൊള്ളാം, പക്ഷെ ഒരു കാര്യം ആർക്കും ഒരു പ്രയോജനമില്ല. कई लोग ऐसे ही हैं, दिखने के लिए बहुत अच्छा होता है लेकिन किसी के लिए कोई काम का नहीं रहता। നമ്മൾ ഷോക്കേസ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഞാൻ അതിനെക്കുറിച്ച് ഒരു ആശ്വാസമാണോ ഒരു അനുഗ്രഹമാണോ, എന്റെ വാക്കുകൾ, എന്റെ പ്രസംഗം, എന്റെ ഇടപെടൽ അനുഗ്രഹം ഉപ്പാണോ ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ള ഒരു ലൈഫ്, ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഉപ്പ് വെളിച്ചം, ദൈവത്തിന് പ്രസാദമുള്ള ഒരു ലൈഫ്. ആകെപ്പാടെ 25,000, ഇനി എത്ര ദിവസം ആർക്കറിയാം? ഈ 68 വയസ്സാർക്ക് ഇനി എത്ര ദിവസമുണ്ട്? നാളെ ചിലപ്പോൾ തട്ടിപ്പാ അല്ലേ? ഇനി എത്ര ദിവസം ഉണ്ടെന്ന് നോക്കി. അവ മോശ പ്രാർത്ഥിച്ചു നാളുകളെ എണ്ണാൻ. അപ്പം നമുക്കുള്ള ജീവിതം ഒരു ഉപ്പുമായി വെളിച്ചമായി തീർന്നാൽ ദൈവത്തിന് ഒത്തിരി ഇഷ്ടമാകും നമ്മളെ. और हम अपने जीवन की ओर हमें ध्यान देना जरूरी है कि एक नमक के समान हम दूसरों के जीवन में स्वाद लाने वाला अनुभव को हम लाते हैं या नहीं है। अब कितना और दिन हमारे जीवन में बाकी है, यदि हम अपने जीवन को ही यदि गिनती कर कर देके दिनों को गिनती करें तो हम क्या पता हम कल शायद जीवित रहेंगे या नहीं रहेंगे। इसीलिए मूसा वचनों में हमें बताता है कि हमारे दिन गिनने की समझ हमें दे प्रभु। और इसीलिए हमें भी प्रार्थना करना है कि प्रभु जितना दिन में मुझे जीना होगा उतने दिन मुझे एक नमक के समान दूसरों को जीवन में प्रभाव और स्वाद लाने वाला एक जीवन रहे। അടുത്ത വാക്ക് കേൾക്കുമ്പോഴാണ് രസം. ഉപ്പ് കാരമില്ലാതെ പോയാൽ ക്വസ്റ്റ്യൻ മാർക്കാ. और अगला आमीन वचन को हम जब पढ़ते हैं तो वहां पर लिखता है, यदि नमक अपना स्वाद को खो दिए तो क्या करेगा? പിന്നെ എന്തിനു കൊള്ളാം? और नमक अपने नमकीन अवस्थाओं को खो दिए तो वो किसके लिए फायदा है? പണ്ട് കാലത്ത് പാലസ്തീൻ അടുപ്പുകളെല്ലാം വെളിയിലായിരുന്നു, വീടിന് വെളിയിൽ. पुराने समय में फलिस्तीन में जो थे, जो उनके चूल्हे घर के बाहर दिखाई देते थे। അപ്പൊ ഇതിന്റെ അടുപ്പുകൾ ഉണ്ടാക്കുമ്പോ ചൂട് നിൽക്കാൻ വേണ്ടി കല്ലുകൊണ്ട് അടുപ്പിന്റെ മുകളിൽ കനത്തിന് ഉപ്പ് കയറും. ഉപ്പിന്റെ മുകളിലാണ് ഈ അടുപ്പ് ഫിറ്റ് ചെയ്യുന്നത്. और उस समय में ऐसे किए जाते थे कि जब घर के बाहर चूल्हे होते हैं तो उसका आमीन गर्मी बनाए रखने के लिए उस चूल्हे के ऊपर वे लोग बड़े मोटे परत के जो नमक को वो लोग लगाते थे और उसके ऊपर उसको रखते थे। കുറച്ച് നാൾ കഴിയുമ്പോൾ ഉപ്പിന്റെ ആ ചൂട് നിർത്താനുള്ള ആ ശക്തി നഷ്ടപ്പെട്ടിട്ട് അടുപ്പ് പൊളിച്ചിട്ട് ഉപ്പ് വലി കളയും, വലിയോട്ട് വാളിക്കളയും. और कुछ समय के बाद ऐसा होता है कि नमक अपना उस गर्मी को, उस तापमान को बनाए रखने की क्षमता खो देते हैं और बाद में वे लोग उसे उठाकर फेंक देते हैं। ഇത് കണ്ടോണ്ടാ യേശു പറഞ്ഞത്. കണ്ടോ, ഈ സാഹചര്യം കണ്ടോണ്ട് യേശു നടുക്ക് അതിന്റെ മുകളിൽ കൂടെ മനുഷ്യൻ ചവിട്ടുക. ഉപ്പ് അടുക്കളയിൽ ടേസ്റ്റ് കൊടുക്കേണ്ട സാധനം, രുചിപ്പിക്കേണ്ട സാധനം, അനുഗ്രഹമാണ് സാധനം, ഇട്ടി ചവിട്ടുക. ഉപ്പ് തന്നെയാ, ഇന്ന് കാരം പോയി. ഇതുപോലെയാണ് ഇന്ന് ദൈവമക്കളെ സോഷ്യൽ മീഡിയയിലും നാട്ടുകാരും ചവിട്ടാൻ കാരണം അകത്ത് ഉപ്പില്ലാത്തണ്ടോ. ഉപ്പുള്ള ഒരൊറ്റ ചവിട്ടത്തില്ല.
പ്രാർത്ഥിക്കുന്ന ദൈവകൃപകൾ ഒരുത്തനെ, വെളിച്ചമായി നിൽക്കുന്നവന്, ഉപ്പാകുന്നവനെ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവന് ഒരിക്കലും ചവിട്ടാൻ ദൈവം അനുവദിക്കത്തില്ല. ഉപ്പ് കാരും ഇതുപോലെ നാട്ടുകാർ ചവിട്ടും. और आमीन, यीशु मसीह भी उसी संदर्भ में ये बातों को कह रहा था कि जब नमक अपना नमकीन अवस्थाओं को खो देते हैं तो उसे उठाकर लोग रास्ते में फेंक देते हैं और लोगों के पैरों तले उसे रौंदा जाता है। उसी समान परमेश्वर के प्रिय लोगों, हमारी और आपकी जीवन भी एक नमकीन अवस्थाओं में हम ना रहे तो लोगों के द्वारा हम भी इसी प्रकार से रौंदा जाएगा। इसीलिए आज के तारीख में हम देखते हैं, सोशल मीडिया में हो या टीवी माध्यम में हो, कि अनेक सारे मसीही लोगों को आमीन समाज इस प्रकार अपमान करते हैं, समान इस प्रकार उनका आमीन आलोचना करते हैं। कारण यह है कि वे अपने नमकीन अवस्थाओं को खो दिया, प्रार्थना का जीवन उनका अंदर से नष्ट हुआ और वे दुनिया के सामने एक तमाशा का कारण बना है। യേശു ഉപ്പ് കാരമില്ലാതെ പോയാൽ നമ്മൾ ആൻസർ നമ്മൾ കൊടുക്കണം. കാരണം പോയാൽ പിന്നെ എന്തോ പ്രയോജനമാ? പിന്നെ ചവിട്ടും, എടുത്തു കളയും. यीशु मसीह ये बात को बता रहा है कि यदि नमक अपनी नमकीन अवस्थाओं को खो दे तो उसका जवाब हमें देना है कि वे उठाकर फेंक दिए जाएंगे और वे लोगों के पैरों तले रौंदे जाएंगे। ഒരൊറ്റ വീട്ടിൽ ഉപ്പ് ഷോക്കേസിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. कोई भी घर में मैंने नमक को शोकेस में रखा हुआ नहीं देखा है। അത് കിച്ചണിൽ കാണും. वो अधिकतर रसोई घर में दिखाई देते हैं। ഒരു പ്രാവശ്യം നമ്മൾ ഉപ്പുപാത്രം കയ്യിലെടുക്കും, ഇല്ലയോ? एक दिन में हम कितने बार नमक की उस बर्तन को हमारे हाथों से उठाते हैं। അതുപോലെ കർത്താവ് നമ്മളെ കയ്യിലെടുക്കട്ടെ. वैसे मसीह हमें अपने हाथों में लेने पाए। നമ്മുടെ സാന്നിധ്യം മറ്റവർ ആഗ്രഹിക്കട്ടെ. हमारी उपस्थिति अनेक लोग इच्छा करने पाए। ചില കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ? ഈ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച ഞാൻ ട്രെയിനിലായിരുന്നു. ഒരു കർത്താവ് ദാസനെ, ഞങ്ങളുടെ കാൺപൂരിലുള്ള ദാസനെ നമ്മുടെ വർഷിപ്പിന് വിളിച്ചു. അപ്പൊ എനിക്ക് നല്ലവരെ ആരെങ്കിലും വർഷിപ്പ് കിട്ടുകയാണെങ്കിൽ ഇതിനകത്ത് വിളിക്കുന്ന ഒരു ആഗ്രഹം വിളിക്കും. അപ്പം പലരും എന്നോട് പറഞ്ഞു ഭയങ്കര അനുഗ്രഹം, ബ്ലെസ്സിങ് ആണ്. അദ്ദേഹം ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് ഒരു ഉപ്പ. അദ്ദേഹത്തെ കാണുമ്പോ തന്നെ ആ ഇടപെടലിൽ തന്നെ ഒരു ഉപ്പ. അപ്പൊ ഒരു കേക്ക് സന്തോഷം. അദ്ദേഹത്തെ നാട്ടുകാരിൽ ഇല്ല, ഒരു കാണുമ്പോൾ ഓടിച്ചെന്ന് കൈ കൊടുക്കാനും ഒരു ഉപ്പ. നമ്മൾ ഇതുപോലെ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു ഉപ്പായി മാറിയത് എന്ത് സന്തോഷം അറിയാം. മറ്റുള്ളവർക്ക് ദൈവത്തിന് സന്തോഷം, മറ്റുള്ളവർക്ക്. അതാണ് നമ്മൾ ഉപ്പും വെളിച്ചവും. ഞാൻ ഉപ്പിലെ പോയിട്ട് വെളിച്ചത്തിലേക്ക് പോയിട്ടില്ല, സമയം പോയി. और पिछले दिनों में हम जब यात्रा कर रहे थे तो वहां पर हमारे एक प्रभु के दास को हम मिले और उनको मैं अधिकतर समय में आमीन वर्शिप के लिए बुलाया करता हूं। तो उनकी उपस्थिति जो है अनेक लोगों के लिए एक आशीष, एक अनुग्रह का कारण बनता है। तो उसी समान हमारे भी जीवन आमीन, हम दूसरों के सामने हम जब अपने जीवन को जी रहे हैं, हमारे जीवन का प्रभाव, हमारे जीवन का आमीन जो आमीन असर है दूसरों के जीवन से, हमें दूसरों को एक आश्वासन और दूसरों को एक सांत्वना लाने वाला एक अनुभव हमें बनना है। നമ്മൾ യേശുവിന്റെ കാലത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ന് ഇരുട്ട, അന്ധകാരത്തിൽ കിടക്കുക ലോകം, ദൈവമായിട്ടൊരു ബന്ധമില്ലാത്ത ലോകം. ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. और यीशु मसीह के समय में ऐसे बताया जाता है कि अंधकार में पड़े हुए लोग बड़ी सी एक ज्योति को उन्होंने देखा। ഞാൻ ലോകത്തിന്റെ വെളിച്ചം. और यीशु मसीह वहां पर कहता है कि मैं इस जगत की ज्योति हूँ। ശിഷ്യന്മാരെ വെളിച്ചം ആക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്, ഞാൻ പോവാ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. और बाद में अपने चेलों को बुलाकर उन्हें वहां खड़ा कर प्रभु यीशु कहता है कि तुम जगत की ज्योति हूँ, मैं यहाँ से अब जा रहा हूँ। വെളിച്ചത്തിന്റെ ജോലി എന്ന് പറഞ്ഞാൽ വെളിച്ചം ഇരുട്ടിൽ അങ്ങ് പ്രകാശിക്കും. और ज्योति का काम इतना ही है कि ज्योति जो है अंधकार में आमीन अंधकार में अवस्था को प्रकाशमान करता है। ഇരുട്ടിന്റെ കാഠിന്യം എത്രതാണ്? വെളിച്ചത്തിന്റെ വിഷയമല്ല, വെളിച്ചമാണ് അത് പ്രകാശിച്ചിരിക്കുന്നത്. और अंधकार की उस आमीन जोर कितना भी क्यों ना होने दो,
प्रकाश से या ज्योति को उससे कोई लेना देना नहीं है। उसका काम इतना ही है कि वे अपने जीवन से ज्योति दूसरों को दिखाएंगे। വെളിച്ചമുള്ളവന് ഇരുട്ടൊരു വിഷയമല്ല. और जिसके अंदर ज्योति है उसीलिए आमीन अंधकार कोई एक बड़े आमीन समस्या नहीं है। വെളിച്ചത്തിനെ ജയിക്കാൻ ഇരുട്ടിന് സാധ്യമല്ല. വെളിച്ചം പ്രകാശിച്ചു, വെളിച്ചം ജോലി ചെയ്താ ലൈറ്റ് ഷൈൻ ഇൻ ദ ഡാർക്ക്നെസ്. और कभी भी ये बात को याद रखना है कि अंधकार कभी भी ज्योति से जीत नहीं पाएंगे, क्योंकि यदि आमीन ज्योति असली में कार्य करे तो अंधकार वहां पर दिखाई नहीं देंगे। നമുക്കറിയാം, പണ്ടൊക്കെ ഞങ്ങൾ സിനിമ കാണാൻ പോവായിരുന്നു. സിനിമാ തിയേറ്ററിൽ ചിലപ്പോൾ കറണ്ട് പോകും. और आप सब जानते हैं पुराने जमाने में या पुराने समयों में हम चित्रशाला में चित्र देखने जाते थे और कई बार वहां पर बिजली चली जाती है। കറണ്ട് പോകുമ്പം ഇരുട്ടാവും, അപ്പൊ ആൾക്കാർ കൂവും. और जब बिजली चली जाती है तो पूरा अंदर अंधेरा हो जाता है और लोग वहां पर शोर करने लगते हैं। കാരണം അകത്ത് വെട്ടമില്ല, പുറത്തെ വെട്ടം പോയി. എന്നാൽ നമ്മുടെ കൂട്ടായ്മയിൽ കറണ്ട് പോയാൽ നമ്മൾ പാട്ട് പാടും. എന്താ? അകത്ത് വെട്ടം കിടക്കുക. അപ്പൊ അകത്ത് വെട്ടം ഉണ്ടെങ്കിൽ ലോകത്തെ ഇരുട്ടിലെ ജയിച്ച് അവൻ തിളങ്ങി പൗലോസിനെ പോലെ നിൽക്കുക. അവയാണ് ഉപ്പും വെളിച്ചവുമായിട്ട് നിന്ന. എന്ത് സന്തോഷം! ദൈവത്തിന് സന്തോഷം, നാട്ടിന് സന്തോഷം, കർത്താവിന് സ്തോത്രം. और वहां पर ऐसे कारण हैं क्योंकि अंदर भी ज्योति नहीं है, बाहर भी ज्योति नहीं है, तो लोग शोर शराबा करते हैं। लेकिन हमारी संगतियों में आप थोड़ा देखें, यदि हमारे संगति में यदि बाहर रोशनी चले जाए, ज्योति चला जाए, तो हम अंदर से गीत गाने लगते हैं। तो ऐसे ही यदि हम एक सच्ची ज्योति और एक सच्चा नमक के समान हमारे जीवन को उपयोग में लेकर आएंगे तो हमारे जीवन से दूसरों के जीवन में एक ज्योति और एक स्वाद का अनुभव को हम ले आ सकते हैं, और यीशु मसीह यही हमारे जीवन से चाहता है। അകത്ത് വെട്ടം ഉണ്ടെങ്കിൽ മുഖത്തും ആ വെട്ടം കാണും. और यदि हमारे अंदर वो ज्योति है तो चेहरे पे भी वो रोशनी दिखाई देगी। ഈ നമ്മുടെ എലിസബത്തും മറിയം കൂടെ കണ്ടപ്പോ തുള്ളൽ അകത്താണ് നടന്നത്, അകത്ത് വെട്ടം. ഇതുപോലെ വെളിച്ചം അകത്ത് കിടന്നങ്ങ് കത്തും, അത് മുഖത്ത് വെളിപ്പെടും, പിന്നെ സന്തോഷമാണ്. അപ്പം നോക്കിയേ, ഒരു ഉപ്പും വെളിച്ചവുമായിട്ട് നമ്മൾ നിൽക്കാൻ ദൈവത്തിന്റെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട നമുക്കൊന്ന് മടങ്ങി വരാം. എന്ത് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ടെസ്റ്റ് ചെയ്യണം. ഇന്ന് എന്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് അനുഗ്രഹമാണോ, ഞാൻ വെളിച്ചമാണോ, ഞാൻ അന്ധകാരത്തിന്റെ വെളിച്ചമാണോ എന്ന് ടെസ്റ്റ് ചെയ്തേ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. और आमीन वचन में हम देखते हैं मरियम और एलीशिबा जब आपस में मिलते हैं तो उनकी आमीन जो कोख में जो बच्चा था वो उछलने लगा। उसी समान प्रेज द लॉर्ड हमारे वचन हमें बताता है यदि हमारे अंदर वो ज्योति आमीन कार्य करता है तो हमारे चेहरे से रोशनी हमारे जीवन में दिखाई देंगे। आज सुबह के समय में हम अपने आप को परख कर देखना है, यदि हम सच्चे ज्योति और नमक के समान यदि हमारे जीवन में जी रहे हैं तो क्या हम दूसरों के जीवन में प्रभाव और या दूसरों के जीवन में एक आशीष अनुग्रह का कारण बन पा रहा है या नहीं। വെളിച്ചത്തിന്റെ ജോലി ഇരുട്ടിന് നീക്കുക. അതിന് രണ്ട് കാര്യമുണ്ട്. വെളിച്ചം ഒളിച്ചു വെക്കരുത്, മനമേലിരിക്കണം. രണ്ട് പരിതപ്പെടുത്തരുത്, തണ്ടിൽമേൽ വെക്കണം. और ज्योति का काम है कि अंधकार को मिटाए, और यहाँ पर वचन हमें बताता है कि ज्योति को कभी भी आमीन जलाकर आमीन पैमाने पर नहीं रखा जाता है, परंतु दीवट पर उसे रखे जाते हैं। പഴയ ജാത്തിലെ വിശ്വാസമുണ്ട്, ആരോടും മിണ്ടത്തുമില്ല, ആരാധനയ്ക്ക് വരും പോവും, വെളിച്ചമാ. ആരോടും മിണ്ടത്തുമില്ല, എനിക്കൊട്ടാടം വീട്ടിലും പോകണ്ട, എന്നോട് ആരും മിണ്ടുകയും വേണ്ട, ഞാൻ ആരോടും മിണ്ടത്തുമില്ല. ഒപ്പം ഇങ്ങനെയുള്ളവർക്ക് വെളിച്ചമായിരിക്കാൻ പറ്റും. और पहले हमारे कलीसिया में एक विश्वासी इस प्रकार रहते थे कि वे किसी से भी बात नहीं करते थे। आमीन। वो प्रार्थना सभा में आते हैं और वैसे ही खत्म होने से पहले चले जाते हैं, कहते हैं कि मैं ज्योति हूँ, मैं नमक हूँ, परंतु कभी भी किसी के लिए वो ज्योति या उस प्रकाश का अनुभव को देने वाले नहीं थे। യേശുവിന്റെ കാലഘട്ടത്തിൽ ഈ മൺവിളക്കുകൾ മണ്ണുകൊണ്ടുണ്ടാക്കിയ വിളക്കാ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. यीशु मसीह के समय में जो था मिट्टी से बनाए हुए दीवट हुआ करता है। പരന്ന പാത്രത്തെ എണ്ണ ഒഴിച്ച് തിരിയിട്ട് കത്തിച്ചു വെക്കും.
और एक बर्तन में उसमें वो लोग आई मीन दिए को तेल लगाकर जलाते थे। അപ്പം തടി കൊണ്ടുള്ള സ്റ്റാൻഡിലാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. और വെട്ടെല്ലാം കാണാൻ കിട്ടും. एक लकड़ी के डीवट पर उसे वो लोग लगा कर रखते हैं ताकि और जगह पर रोशनी फैले। അത് തീപ്പെട്ടി ഇല്ലാത്ത കാലഘട്ടമാ. उस समय में माचिस की तिल्लियां ऐसे नहीं हुआ करता था। അപ്പൊ അത് പിന്നെ ഈ എന്താ പറയുന്നേ, അത് കെട്ടുപോകാതിരിക്കാൻ വേണ്ടി അടച്ചു വെക്കും. तो ऐसे वो लोग किया, ऐसे वो करते हैं कि दीवट का जो दिया से जो रोशनी निकलती है वो आमीन हवा से भूज ना जाए, इसलिए वो उसको ऊपर से ढक कर रखते हैं। അപ്പൊ അതുകൊണ്ട് അത് കണ്ടോണ്ട യേശു പറഞ്ഞത്, ഇതേ ഇതുകൊണ്ട് എന്തോ പ്രയോജനം, മൂടി വെക്കരുത് എന്ന് പറഞ്ഞാൽ വെളിച്ചമായിരിക്കണം. നമ്മൾ കർത്താവിന്റെ വെളിച്ചമായത്, നമ്മുടേതല്ല. ഇത് ദൈവം ലോകത്തിൽ നമുക്ക് വെളിച്ചമായിരിക്കാൻ വിളിച്ചതാ. അപ്പൊ ഈ വെളിച്ചം ഒളിച്ചു വെക്കാൻ പാടില്ല. ഇത് അനേകര് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മുടെ വെളിച്ചം കാണുമ്പോൾ നമ്മുടെ അല്ല, ഇത് കർത്താവിന്റെ വെളിച്ചമാണ്. ദൈവത്തിന്റെ വെളിച്ചമായി നിന്നാൽ, ലോകത്തിന്റെ വെളിച്ചമായി നിന്നാൽ ദൈവത്തിന് പ്രസാദമാ. നമുക്ക് ദൈവമക്കളെ ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം കഴിക്കാം, ഉപ്പായിരിക്കാം, നമുക്ക് വെളിച്ചമായിരിക്കാം, ദൈവത്തെ പ്രസാദിപ്പിക്കാം. പറങ്കടി വെക്കരുത്, തണ്ടിന്മേൽ വെക്കണം. നാട്ടുകാർ കാണട്ടെ, അനുഗ്രഹമാണ്. ഈ വചനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. പ്രൈസ്. और हमारे जीवन में हमें बात को ध्यान रखना है कि आमीन हमारे जीवन दूसरों के लिए एक ज्योति के समान प्रकाशमय होना है। हमारे जीवन दूसरों के लिए एक नमक जैसा स्वाद को लाता है, वैसे स्वाद को लाने वाले एक अनुभव में हमें बनना है। और इन वचनों के द्वारा परमेश्वर आप सभी को आशीष और अनुग्रह दे। എന്റെ സമൂഹത്തിൽ, എന്റെ സഭയിൽ, എന്റെ വീട്ടിൽ വെളിച്ചമാണോ ഉപ്പാണോ അത് കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ തീർന്നേ ദൈവമക്കളെ, ഇത് രണ്ടും നമുക്കായിരിക്കാൻ കഴിയുന്നെങ്കിൽ നമ്മൾ കരയേണ്ട ദിവസമാണ്. നമ്മൾ മറ്റൊരു അനുഗ്രഹമാണോ? എന്റെ കൂട്ടായ്മയ്ക്ക്, നമ്മുടെ ഈ മോർണിംഗ് പ്രയർ, മറ്റുള്ളവർക്ക് എന്റെ സാന്നിധ്യം, മറ്റാർക്കും തരാൻ സാന്നിധ്യം. നമ്മൾ ആരും പറയണം, അദ്ദേഹം ഇല്ലെങ്കിൽ തീർന്നു. നമ്മുടെ വീട്ടിൽ നമ്മളില്ലെങ്കിൽ ഈ ഒരു സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്ന ജനസമൂഹം കാത്തിരിപ്പുണ്ട്. നമ്മൾ ഉപ്പായിരിക്കാം, വെളിച്ചമായിരിക്കാം. പാസ്റ്റർ സജൻ, താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ. പ്രൈസ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ വേലസ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന ചോദിച്ചത് നിർത്തുന്നു. എല്ലാവരും കർത്താവിന് അനുഗ്രഹിക്കട്ടെ. ദൈവം പരിപാലിക്ക് ഉപ്പായിരിക്കട്ടെ, വെളിച്ചമായി.